നമസ്കാരം. കേരള IT ചരിത്ര ഭൂപടത്തിൽ അറക്കപ്പടി എന്ന ഈ ഒരു കൊച്ചു ഗ്രാമം ഇന്ന് എഴുതപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാം ഇവിടെ സന്നിധരായിരിക്കുന്നത്. 2002 ശ്രീ AK ആന്റണി സർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന്റെ വ്യവസായ IT വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അക്ഷയ പദ്ധതി ഇതിലൂടെ കേരളത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ IT വകുപ്പിന് കീഴിൽ 2002 നവംബർ 18-ന് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ജനകീയനായ പ്രസിഡന്റുമായിരുന്ന ഇന്ത്യൻ മിസൈൽ മാൻ ഡോക്ടർ APJ ആണ് അക്ഷയ കേന്ദ്രം. ചരിത്ര നിയോഗം എന്ന് പറയട്ടെ, അന്നത്തെ കേരളത്തിന്റെ വ്യവസായ IT വകുപ്പ് മന്ത്രിയും ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവുമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സർ ഈ പുതിയ നവീകരിച്ച സെന്റർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അറക്കപ്പടി എന്ന നാട് കേരളത്തിലെ ഏറ്റവും വലിയ അക്ഷയ സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന രീതിയിൽ ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. ഈ ഒരു ചടങ്ങിനെ ഈശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ ദിവസത്തിൽ പ്രദം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല തന്മാർഗഭ്രഷ്ടൻ വഴിയിലുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി ഈശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഈ നാടിന്റെ ഒരു സന്നദ്ധ പ്രവർത്തകൻ കൂടിയായി മാറിയ അറക്കപ്പടി അക്ഷയ സെന്ററിന്റെ ജീവനാഡിയും ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ആവേശവും അഭിമാനവുമായ ശ്രീമാൻ അസാസ് വി ഹസീനാരിനെ യോഗത്തിന്റെ സ്വാഗത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവர்கள், ഇന്നത്തെ ഈ പരിപാടിയുടെ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാർ, വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തലൻ സാർ, ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സർ അൻവർ അലി സാർ തുടങ്ങി വേദിയിലെ സദസ്യരുമായുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, 2002 അക്ഷയ കേരള സർക്കാർ വിഭാവനം ചെയ്ത ഒരു ബൃഹത്തായ പദ്ധതിയാണ് അക്ഷയ. ഈ സാക്ഷരത എന്നുള്ളതായിരുന്നു അക്ഷയ പദ്ധതിയുടെ ലക്ഷ്യം. പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർമ്മം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, നമുക്കറിയാം നമ്മുടെ എല്ലാവിധ കാര്യങ്ങളിലും നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് പല കാര്യങ്ങളിലും ഈ മണ്ഡലത്തിലെ പല ആളുകളുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങളെ നേരിട്ട് വിളിക്കുകയും ഞങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവர்களാണ്. അദ്ദേഹത്തെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ പ്രതിപക്ഷ IT വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ പദ്ധതി ആരംഭിച്ചതാണ്. ഈ ഒരു അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അതിന് ഏറ്റവും ആപ്തയായിട്ടുള്ള ഒരു വ്യക്തി, ഈ പദ്ധതിയുടെ ആശയവും
നിർദ്ദേശവും നൽകി അതിന് നേതൃത്വം നൽകി ഈ പദ്ധതിയെ ഈ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവരെ തന്നെ വിളിക്കണം എന്നൊരു അഭിപ്രായം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ചേരാമെന്ന് നമ്മളെ അറിയിക്കുകയും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്ത കേരളത്തിന്റെ അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ അതുപോലെ ഓരോ സ്വാഗതം ആശംസിക്കാനുള്ളത് എന്റെ തന്നെ ഇതിന്റെ ജീവനക്കാരുണ്ട്, അവരുടെ കുടുംബക്കാർ, അങ്ങനെ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും അക്ഷയ കേന്ദ്രത്തിന്റെ പേരിലും ഈ നാടിന്റെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ യോഗത്തിന് ആമുഖ പ്രസംഗം പറയുക എന്നുള്ളതാണ്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ അക്ഷയ എന്നുള്ളതല്ല, അക്ഷയുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്ഷയല്ല, സാറ് പറഞ്ഞ പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്ഷയയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തപ്പെടാൻ പോകുന്നത്. കേരള സ്റ്റേറ്റ് IT മിഷൻ ഈ ഗവർണൻസ് അല്ലെങ്കിൽ ലിറ്ററസിയുടെ ഭാഗമായി വന്നു. ഇന്ന് കേരളത്തിൽ 3000-ഓളം അക്ഷയകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 56-ഓളം അക്ഷയകൾ എറണാകുളം ജില്ലയിൽ തന്നെ വന്നു. ഈ ഒരു അക്ഷയ എല്ലാവർക്കും മാതൃകയായിരിക്കണം. ഓരോ അക്ഷയയും, എറണാകുളം ജില്ലയിലെ ഓരോ അക്ഷയയും ഒരു 10 കൊല്ലം കണ്ടെന്ന് തന്നെ ഒരു 6000 എന്ന് പറഞ്ഞ 12,000-ആയി മുന്നോട്ട് പോകട്ടെ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ജോലിയും ഇവിടെ കൊടുക്കുകയാണ്. ഒരു 25-ൽ സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അപ്പൊ അക്ഷയ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം മാത്രമല്ല, ഒരു ഉത്തമ ഉദാഹരണമാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എനിക്കറിയാം എല്ലാവരുടെ സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന്. എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവിധ ഭാവുകളും നേരുന്നു. അജാസിന് നന്ദി, നമസ്കാരം. 16 മുതൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭ അംഗമെന്നുള്ള രീതിയിൽ വേറിട്ട പദ്ധതികളിലൂടെയും ആശയങ്ങളിലൂടെയും പെരുമ്പാവൂർക്കാർക്ക് എന്നും ആവേശമാണ് എൽദോസ് കുന്നപ്പള്ളി അവർ. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇൻസ്പയർ എഡ്യൂക്കേഷൻ പദ്ധതിയും വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് ശക്തനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അവർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ അൻവർ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ അനുഭവജ്ഞാനമാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാറിനെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മത നേതാക്കന്മാരായിട്ടും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാർ എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇന്റർനെറ്റ് ഇത്രയധികം വ്യാപകമാകാത്ത ഒരു കാലഘട്ടത്തിൽ, ഫേസ്ബുക്കോ വാട്സപ്പ് സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, വിവര സാങ്കേതിക വിദ്യ എന്ന് കേൾക്കുന്ന തന്നെ ജനങ്ങൾക്ക് അപൂർവമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷയയാണ്. വളരെ വിശദമായ അഭിസംബോധനകളും വിശദമായ വിളിയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് ഇനി ആവർത്തിക്കട്ടെ. സ്വാഗതോപാസകനും അധ്യക്ഷനും എല്ലാവരുടെ പേരും പറഞ്ഞ് MLA തന്നെ, അതുപോലെ തന്നെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, അവരൊക്കെ പേരെടുത്ത് വളരെ വിശദമായി അഭിസംബോധന ചെയ്തു. ഞാനും കൂടി ആവർത്തിക്കട്ടെ.
പിന്നെ ആരൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ എന്താണ് മറന്നിരുന്നു അതുകൊണ്ട് വിശദമായി വായിച്ചു കേട്ടു. എല്ലാം അഭിസംബോധനയും ഫോർമാലിറ്റിയും ഒക്കെ കഴിഞ്ഞെടുത്ത് ഞാനും കൂടി ആവർത്തിച്ച് ആരോചാക്കുന്നില്ല എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ശരി, വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഇവിടെ പറഞ്ഞതുപോലെ അന്ന് കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, IT വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലത്ത് അവിടെ മലപ്പുറത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രായമായവരൊക്കെ വന്ന് ഈ കിയോസ്കുകളിൽ, ആ ചെറിയ കിയോസ്കുകൾ, ഇതൊന്ന് ഭാവനയിൽ കാണാൻ പോലും പറ്റിയിട്ടില്ല. ചെറിയ ആ കേന്ദ്രത്തിൽ വന്നിട്ട് അവർക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കുക, അതൊക്കെ തുടങ്ങിയത്. അന്ന് ഉദ്ദേശിച്ചത് ഒരാൾക്ക്, ഒരു സംരംഭകന് ഒരു സംരംഭമായി, ഒന്നോ രണ്ടോ ആൾക്ക് ജോലിയായി, നാട്ടുകാർക്ക് കമ്പ്യൂട്ടർ പഠിക്കുകയും ചെയ്യാം. കമ്പ്യൂട്ടർ എന്താ എന്നുള്ളത് വലിയ പരിചയമൊന്നും ഇല്ലാത്ത കാലത്ത്. അപ്പോൾ അത് മുതലാകാൻ വേണ്ടി കുറച്ച് സർക്കാർ സർവീസ് ആ സെൻറ്ററിൽ കൊടുത്ത് അങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒരു സംരംഭം തുടങ്ങുക, അവർക്ക് മൂലം ഒന്നോ രണ്ടാൾക്ക് പണിയും കൊടുക്കും. അങ്ങനെ ഒരു മോഡല് അന്ന് വലിയ സംഭവമായി അന്ന് ഉദ്ഘാടനം ചെയ്യുക. ശ്രീമാൻ എ കെ ആന്റണി ഉണ്ടായിരുന്നു, പറഞ്ഞതുപോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഉണ്ടായിരുന്നു, വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ അന്ന് തന്നെ ലോകം അതിൻ്റെ സാധ്യത കണ്ട് ഞങ്ങൾക്ക് ഏഷ്യൻ അവാർഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടി. തുടർന്ന് വളർന്ന് ഇപ്പം ഇതാ മനോഹരമായ ഒരു സൗധം, അതിൽ 15 ആള്, ഒരു സംരംഭം കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഗ്രാമത്തിലെ ചെറിയ കിയോസ്കിൽ നിന്ന് ഇത്രത്തോളം വളർന്നിരിക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഒരാൾക്കൊരു സംരംഭം കുറെ ആളുകളെ ജോലി കൊടുത്തു എന്നുള്ളതല്ല, ഇതുണ്ടാക്കിയ വിപ്ലവം വേറെയാണ്. ആ വിപ്ലവം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിൽ കേരളം അതിവേഗം മുന്നോട്ട് പോയി. ഇന്നിപ്പോൾ ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്ന ആ സമയത്ത്, അതിനിടയ്ക്കുള്ള ഗവൺമെന്റുകളൊക്കെ മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളിലും അവരുടെ ഭാഗം ചെയ്തിട്ടുണ്ട്, അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഇന്ത്യയുടെ ഡിജിറ്റൽ സ്റ്റേറ്റായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന പ്രസിഡന്റ് വന്ന് തുടങ്ങിയ ആ ചടങ്ങ് അന്ന് നടന്നു. അതായത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് കേരള. എല്ലാ ആവശ്യങ്ങൾക്കും ആളൊന്ന് 2ഉം 3ഉം സ്മാർട്ട് ഫോണുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിലാണ്. തല നിർത്തിയിട്ട് ഒരു നേരം ചെറുപ്പക്കാർക്കില്ല. ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാവരും. അത് വളർന്ന് ഇന്ന് എവിടെ എത്തി എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഘട്ടത്തിലേക്ക് പോവാൻ, മനുഷ്യന്റെ ജീവിതം തന്നെ മുഴുവൻ ടെക്നോളജി ബേസ്ഡായി ഇതിന്റെ മുകളിലാണ്. ആ കാലത്ത് കേരളം ഈ നിലയിൽ ആയത് IT സാക്ഷരതയ്ക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയ ഈ അക്ഷയ കേന്ദ്രം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ നിലയിൽ വന്നത് ലോകത്ത് മലയാളികൾ പോയി എല്ലായിടത്തും ജോലി കിട്ടുന്നതിൻ്റെ ഒക്കെ കാരണം ആദ്യകാലത്ത് നമ്മൾ അക്ഷരാഭ്യാസം ഉള്ളവരായതാണ്, അന്ന് സാക്ഷരത ഉള്ളവരായതാണ്. അത് ആ കാലത്തൊക്കെ പലരും ചെയ്ത മഹത്തായ കാര്യമാണ്. അന്ന് സാക്ഷരത ഉണ്ടാക്കി. പിൽക്കാലത്ത് ഞങ്ങളൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സാക്ഷരതയാണ്. അല്ലെങ്കിൽ ആളുകൾ അവർ സാക്ഷരത ഉള്ളവരാണെന്ന് പറയില്ല, തറാപറ എന്ന് എഴുതാൻ പഠിച്ച സാക്ഷരതയായിരിക്കും പണ്ട്. ഇപ്പോ എല്ലാ ടെക്നോളജിയും അറിഞ്ഞ് സ്മാർട്ടായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച്, അതുപോലെ തന്നെ മാറി വരുന്ന ടെക്നോളജി ഉപയോഗിച്ച് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ. കോവിഡ് കാലത്ത് നമ്മളത് കണ്ട് കുട്ടികൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോകം തന്നെ അങ്ങനെയായി. അപ്പം അതുകൊണ്ട് തന്നെ ഈ അക്ഷയ സെന്റർ കേരളത്തിന് നൽകിയത് വലിയ അവസരങ്ങളാണ്. അത് വളർന്ന് ഇത്രത്തോളം വലുപ്പമായത് അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര സംഭവമാണ്.
ഒരു ഗ്രാമത്തിലെ ചെറിയ ഒരു കിയോസ്കിൽ നിന്ന് ഇത്രത്തോളം വളർന്ന ഈ ഘട്ടത്തിൽ അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ അക്ഷയ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പറയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. കാരണം ഒരുപാട് 25,000 ജോലി, അതുപോലെ തന്നെ ഇനിയും വളരാനുള്ള സാധ്യത, ഒട്ടേറെ സർവീസുകൾ ഇവിടെ പ്രോജക്ട് ഓഫീസർ പറയുകയുണ്ടായി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അക്ഷയ സെന്ററുകൾ ഏൽപ്പിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം മാറുന്നതിൻ്റെ അടയാളമാണ് അക്ഷയ സെന്റർ. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഞാൻ കൂടുതലായി പറയുന്നില്ല. നേരെ ഇവിടെ വന്ന് ഇത് കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ ഉടനെ പോകണം. നാളെ ബഡ്ജറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സർ. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി അക്ഷയ പ്രൊജക്ടിന്റെ ജില്ലാ